പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ കുടിയേറ്റ നിയമങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അനധികൃത കുടിയേറ്റം രാജ്യത്തു നിന്നും പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തന്നെയാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന അനധികൃത കുടിയേറ്റക്കാരെ US നാടുകടത്തിയത്. ആദ്യഘട്ടത്തിനു ശേഷം കുടിയേറ്റ നാടുകടത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാതെ വന്നതോടെ ചെറിയൊരാശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം US ഇമിഗ്രേഷൻ തടങ്കലിൽ 47,600 തടവുകാരുണ്ടെന്നാണ്. എന്നാൽ ഇവരെ എപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൂടാതെ കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി കൂടുതൽ സ്ഥലങ്ങൾ ട്രംപ് ഭരണകൂടം കണ്ടെത്താനൊരുങ്ങുന്നതായും USലെ മുതിർന്ന ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു. അതുപോലെ തന്നെ കുടിയേറ്റ തടവുകാർക്കായി കൂടുതൽ കിടക്കകൾ വാങ്ങാൻ ഭരണകൂടം ഒരുങ്ങുന്നതായും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി US പ്രതിരോധ വകുപ്പ്, US മാർഷൽ സർവീസ്, ബ്യൂറോ ഓഫ് പ്രിസൺ എന്നിവരിൽ നിന്ന് സർക്കാരിന് സഹായം ലഭിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഏകദേശം 41,500 തടവുകാരെ കസ്റ്റഡിയിൽ പാർപ്പിക്കാൻ ആവശ്യമായ പണം നിലവിൽ ICAയുടെ പക്കലുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾ വന്നാൽ അവരുടെ ചെലവിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ICA USലെ നിയമനിർമ്മാതാക്കളുമായി തുടർച്ചയായി ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. US സെൻസസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2024 മാർച്ചോടെ വിദേശി ജനസംഖ്യയുടെ എണ്ണം ഏകദേശം 51.6 ദശലക്ഷമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ USലെ വിദേശി ജനസംഖ്യയുടെ വർധന റെക്കോർഡ് വേഗത്തിലായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അധികാരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് പറഞ്ഞിരുന്ന കാര്യമാണ് കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന്. അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അതിനുള്ള നടപടികളും ട്രംപ് ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് അനധികൃതമായി കുടിയേറി പാർത്തവരുടെ അറസ്റ്റ് നടപടികൾക്ക് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ഉടൻ നാടുകടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ US പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി അംഗവുമായ ജോ ബൈഡന്റെ കീഴിൽ നിയമവിരുദ്ധ കുടിയേറ്റം കൂടുതലായിരുന്നതിനാൽ ഇപ്പോൾ ഇങ്ങനെയൊരു നാടുകടത്തൽ നടപടി ആവശ്യമാണെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അനുയായികൾ പറയുന്നത്. വലിയ തോതിലുള്ള നാടുകടത്തലുകൾ നടത്താൻ കുറഞ്ഞത് 1,00,000 കിടക്കകളെങ്കിലും ആവശ്യമാണ്. ഇതിനാവശ്യമായ സ്ഥലവും പണവും കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനുവരി 20-നും മാർച്ച് 10-നും ഇടയിൽ ഏകദേശം 32,800 കുടിയേറ്റക്കാരെ ICA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. USന്റെ പല ഭാഗങ്ങളിലും കുടിയേറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാടുകടത്തലിന് തയ്യാറെടുത്ത് തടങ്കലിൽ കഴിയുന്നവരിൽ ഇന്ത്യക്കാർ അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി അവിടെ താമസിക്കുന്നവർ വിസ പുതുക്കുന്നതിന് ആവശ്യമായ നടപടികൾ നടത്തണമെന്നും ഇന്ത്യയിൽ നിന്നും നിയമപരമായി അല്ലാതെ ആരും അങ്ങോട്ട് പോകരുതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. US പൗരത്വവും മികച്ച ജോലിയും ലക്ഷ്യം വെച്ചാണ് നിരവധി ആളുകൾ USലേക്ക് പോകുന്നത്. എന്നാൽ കുടിയേറ്റക്കാരായി പോയവരിൽ പലരെയും നിയമപരമായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏജന്റുമാർ പറ്റിച്ചാണ് അവിടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ US പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നവർ നിയമപരമായി തന്നെ പോകണം.